Hey guys, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വെഡിങ് പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. കല്യാണപ്പെണ്ണ് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്ന അതെ, പക്ഷെ അവളെക്കാൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ഞങ്ങൾക്കാണ്. അവൾ ഏകദേശം എല്ലാം തീർത്തിരിക്കുകയാണ്. എനിക്കുള്ളത് കിട്ടി. മുബിക്കാക്കും ആളൂനൊന്നും ഡ്രസ്സ് സെറ്റ് ആയിട്ടില്ല, അതൊക്കെ എടുക്കണം. പിന്നെ ലിച്ചുവിന് എന്തൊക്കെയോ ഉണ്ടല്ലേ, അച്ചുവിനേക്കാൾ കൂടുതൽ. അപ്പൊ ഇത് ലിച്ചുവിന് നിങ്ങൾക്ക് അറിയാലോ, ഇത് അച്ചു. ലിച്ചുവിനെ അറിയാനോ ചോദിക്കണ്ട, ലിച്ചുവിന് ഫുൾ ഫാൻസ് ആണ്. യൂട്യൂബിൽ കമന്റിൽ കണ്ടില്ലേ, ലിച്ചു ഫാൻസ് അസംബിൾ എന്നൊക്കെ ആരോ. പക്ഷെ 2 ലൈക്ക് ഉള്ളു, അത് വേറെ കാര്യം. അതിലൊന്നും ഉമ്മീന്റെ ലൈക്ക്, ഉമ്മച്ചിന്റെ ലൈക്ക് തോന്നുന്നു അതിലൊരെണ്ണം. അതെ, അപ്പം ഞങ്ങൾ എന്തായാലും പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണെന്ന് ഒരു വെൽ പ്ലാനിങ് ഇപ്പോഴും ആയിട്ടില്ല. ഞങ്ങൾ പോകുന്ന വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഫുൾ കല്യാണത്തിന്റെ വിശേഷങ്ങളായിരിക്കും. യെസ്, മാളൂസ് ആണെങ്കിൽ പാർക്കുള്ള തുണിക്കടയിൽ പോകണം എന്നാണ് പറയുന്നത്. അവർക്ക് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും പാർക്കിൽ കയറിയാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഗൈസ്? ഫസ്റ്റ് ഡ്രസ്സ്, പിന്നെ ജ്വല്ലറി, പിന്നെ കുറച്ച് ജ്വല്ലറി ഷോപ്പിൽ തന്നെ ഉണ്ടാവില്ലേ നമുക്ക് വേണ്ട ചെറിയ ചെറിയ. ഞങ്ങൾക്കുള്ളത് വാങ്ങിക്കാൻ അച്ഛനെയും കൊണ്ട് വന്നതാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അച്ഛന് ബ്യൂട്ടി പാർലറിലൊക്കെ പോണം ഗൈസ്, അല്ലേ? അപ്പൊ നമ്മൾ അച്ഛന്റെ കല്യാണം പറ. അപ്പൊ ഫാൻസിയിൽ പോണം, ഡ്രസ് നോക്കാൻ പോണം, അത്രേ ഉള്ളൂ. പിന്നെ ബ്യൂട്ടി പാർലർ കഴിഞ്ഞോ? ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിയുമ്പോഴേക്കും മിക്കവാറും രാത്രിയാകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഞാൻ പോകുമ്പോ കാണിച്ചല്ലോ. അതെ, ഡാൻസും പഠിക്കണം ഇനി പോയിട്ട്. അച്ഛനും ഡാൻസ് പഠിപ്പിക്കാനുണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം 1 by 1 ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അച്ചു, ഉമ്മച്ചി, ലിച്ചു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിച്ചുവിൻ്റെയും മാളുവിൻ്റെയും പല്ലൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഡെൻറ്റിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് അച്ചുവിനെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അതെ, ലിച്ചു പല്ല് കാണിക്ക്. അതെ, ആളുവിന്റെ പല്ല് എല്ലാരും കണ്ടതല്ലേ, പക്ഷെ ആ മറ്റേ പല്ല് വരുന്നില്ല. ഇറങ്ങി പുതിയ തന്നെ ഒരു വണ്ടി നോക്ക്, നൈസല്ലേ? നിങ്ങൾ വരുന്നില്ല? വെയിലത്ത് വെക്കണ നല്ല എ സിയിൽ വന്നിരുന്നൂടെ? ഉമ്മച്ചിൽ മാളും സ്റ്റെപ്പ് കയറി പോയി. ഞങ്ങൾ വയസ്സായ 3 ആൾക്കാരും ലിഫ്റ്റിന് വേണ്ടി കാത്തു കുത്തിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി എന്ത് സ്റ്റാൻഡേർഡിന് ഉറവ്. ഈ ചവിക്ക് ഇവര് ഫസ്റ്റ് എത്തി ഗൈസ്. ഉമ്മച്ചി മാളും സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇവര് ഫസ്റ്റ് എത്തി. ഇതൊക്കെ വലിപ്പം എനിക്ക് കറക്റ്റ് ചിലപ്പോ. സൂപ്പർ. ലിച്ചു മാളൂസിന്റെ സെക്ഷനിൽ നിന്നാണ് ലിച്ചു ഡ്രസ് എടുക്കുന്നത് ഗൈസ്. മാളൂന്റെ സെക്ഷനിൽ ലിച്ചു ഡ്രസ് എടുക്കുന്നത്. ജോലിക്കോ? ആ അതെ, അത് വെച്ച് കുട്ടികൾ ജോലിക്ക് പോകാത്തോണ്ട് അവിടെ ഇല്ല. ഇതാണോ, ഏതാ എടുക്കുക? മാളൂസിനെ പറ്റി ഡ്രസ് നോക്കണം. മുബി. അങ്ങനെ ഞങ്ങൾ റെഡിമെയ്ഡൊക്കെ നോക്കി. പിന്നെ കരുതി ഡിസൈനർ വെയേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ, അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ എന്തായാലും കല്യാണത്തിന് 2 ദിവസം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെറ്റീരിയൽ നോക്കാൻ കരുതിയിട്ട് അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ലിച്ചുവിനും മാളൂനും മുബിക്കുമാണ് എടുക്കാനുള്ളത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? ലിച്ചു മൂക്കിലൊരു ബൾബിട്ട്. കല്യാണമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ, ഒരലങ്കാരം. അച്ഛന് കാണുന്നില്ല ഭാഗ്യത്തിന്. മുബിക്കാക്ക് കുർത്തയാണ് നോക്കുന്നത്. മാളൂനും ലിച്ചുവിനും സ്റ്റിച്ച് ചെയ്യിക്കാന്ന് കരുതി. ഷാനുവിന്റെ ജോജോ. ആ, നീ ഉണ്ടോ യൂട്യൂബ്? വേണ്ടാ. കളിക്കൂട്ട് നീ തോറ്റു. അപ്പൊ കൊറേ ഇവര് കണ്ടിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ്. കാണാൻ വേണ്ടി വന്നത്. വെറുപ്പിക്കൽ രണ്ടോ? ആളൂന് മെഷർമെന്റ് എടുക്കുകയാണ്. ആളോ
മെഷർമെന്റ് ചെല്ലി, മെഷർമെന്റ് എടുക്കും. നീ എന്തിനാ ശരിക്കും വന്നേ? ഞാന് 10:30 തീരുന്ന ലിച്ചുന്റെ അടുത്ത് പറഞ്ഞു. നിനക്ക് എന്താ പറയാനുള്ളത് അച്ഛമാമന്റെ കല്യാണത്തിനെ കുറിച്ച്? അത് നമുക്ക് 16-ാം തീയതി പറയാം. അതെ, നിങ്ങളെ ചളി അടിച്ച് കഴിഞ്ഞില്ല? ശരി, ഒരു റൗണ്ടൊക്കെ കറങ്ങിട്ടാ പോയിട്ട് ഓർമ്മകളായ ഓർത്തിട്ട് രണ്ടാളും പോയിട്ട് പുറത്തു കൂടെ ഒക്കെ പോയിട്ട്. അതുകൊണ്ടാ ഒരു ആക്ഷൻ പറഞ്ഞ് കെട്ടി ആ കട്ട് കഴിഞ്ഞ് റോളിങ്. ഞാൻ വലിച്ചോ അതാ അവിടെ. ഹലോ മതി, വാ ചോറുന്നാൻ പോവാന്ന്. ഗൈസ്, അപ്പോൾ ലിച്ചുവിനും മാളൂനും ഉള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരുന്നത് ഇവരാണ് കേട്ടോ. നിറാല എന്നാണ് ഇവരുടെ ബുട്ടീക്കിൻ്റെ പേര്. നമ്മൾ ഫാമിലി വെഡിങ് സെൻറ്ററിലാണ് ഇതുള്ളത്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ വെഡിങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്താണ് തക്കുട് മാമൻ? ഡ്രസ്സിൻ്റെ പർച്ചേസ് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ലഞ്ചിനുള്ള സമയമായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. മജ്ദാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങൾ ഒഴിവാക്കുന്നത് പച്ചവെള്ളം ഉണ്ടോ? പച്ചവെള്ളം എപ്പോ വിളിച്ചപ്പോ? അതെ അതെ, ഇവിടെ വന്നപ്പോ ചായപ്പൊടി ഇല്ല, പഞ്ചസാര ഇല്ല എന്നൊക്കെ പറയണ്ടേ. പച്ചവെള്ളം തരും, പച്ചവെള്ളം. മോട്ടറിൽ വെള്ളം. അതെ, രാവിലെ ഫുഡ് കഴിക്കാൻ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ വയനാട്ടിൽ വരുമ്പോ നിങ്ങൾ എവിടെ ഫുഡ് കഴിക്കാൻ വരണ്ടേ? പറയണം. സ്വന്തം കടനെ പ്രൊമോട്ട് ചെയ്യാൻ ഇങ്ങനെ മടിക്കല്ലേ നീ? ഇവിടെ ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ട് ഗൈസ്. അപ്പൊ അവനെ കാണാനെങ്കിലും നിങ്ങൾ കേറണം. ഇതിപ്പോ ഇങ്ങനെ വെച്ചാ നിന്നെ കാണൂല, ഇങ്ങനെ വെച്ചാ ഞാൻ താഴെ. തൈര് ബിരിയാണിന്റെ അത്രയും, ബിരിയാണി തൈരിന്റെ അത്രയും. എന്താ പറയണ? നീയാണോ ഉണ്ടാക്കണേ? നീയാണോ ഉണ്ടാക്കണേ? നീയാണെങ്കി എനിക്ക് വേണ്ട. നീ വെയിറ്റർ ആണോ എന്നൊക്കെ ചോദിക്കുന്നടാ. നീ വെള്ളം കറപ്പിട്ടിട്ട കാറ്ററിംഗ് പോലെ. ഇതൊക്കെ എന്ത് ചൂട്. ഇനി അങ്ങ് വാ കൊച്ചിക്ക്. കട മൊത്തത്തിലൊന്ന് കാണിച്ചതാ. ദ മെയിൻ റോഡ് സൈഡിൽ തന്നെ മജ്ദാർ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല ഷവായൊക്കെ ആവുന്നുള്ളൂ. ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ആയിട്ടുള്ളത് ഞങ്ങൾ കഴിക്കാം. ഇവിടെ ഔട്ട്ഡോർ നല്ല സ്പേസ് ഉണ്ട് ഇരിക്കാൻ. നമ്മൾ എറണാകുളത്തെ ചൂടൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം ഇവിടെ പുറത്തിരുന്നും കഴിക്കാം. പിന്നെ ഉള്ളിൽ AC സ്പേസും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈവനിങ് ആണ് ഇവിടെ മെയിനായിട്ട്. മളസിന് സ്പെഷ്യൽ ബിരിയാണിയാണ് ഗൈസ്. ഞങ്ങൾക്ക് മന്തി, നല്ല ചിക്കൻ മന്തി ഉണ്ട്, മളസിന് ബിരിയാണി ഉണ്ട്. വാവ്, എങ്ങനെയുണ്ട്? മെച്ചി ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് തോന്നുന്നില്ല ഇവിടെ? നീ ചുണ്ടാനിക്ക് ഇനി ഞാൻ ഇനി ഡബ് ചെയ്യണം. ആ ഇവിടെ ബിരിയാണി പകുതി കളഞ്ഞു മാള്, കളയാതെ കഴിക്കും. ഇങ്ങോട്ട് വെക്ക്. ആ അവക്ക് ഇന്ന് എന്താ എവിടെ പോയാലും ബിരിയാണിയും തൈരും. നല്ല ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് ബിരിയാണി? ഗൈസ്, ഫിദ കോഴിക്കോട് പോവാണ്. അപ്പോൾ അവളിപ്പോൾ ബസ്സിൽ ഇതിലേ പോകും. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഹായ് പറയാന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് നിൽക്കുന്നുണ്ട്. പോകുമ്പോൾ കിട്ടുമോ നോക്കാം അമ്മയ്ക്ക്. ഓക്കെ, കറക്റ്റാണോ? ഫോണിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യണേ. അത്രയും
സൂം ആക്കണോ? സൂം ആക്കണോ? അത്രയും അത്ര പോരെ? അത്ര സൂം ആക്കണം, എന്നാലും അവളെ കാണുള്ളൂ. എടുത്തു കഴിഞ്ഞിട്ട് സൂം ആക്കി പോരെ? എടുത്തു കഴിഞ്ഞിട്ട് സൂം ആക്കി പോരടാ. എടുത്തു കഴിഞ്ഞിട്ട് സൂം ആക്കി പോരെ? ഓണാക്കി ഓണാക്കി ഓണാക്കി. ഇനി ഓഫ് ആക്കല്ലേ? അത്ര സൂം ആക്കണ്ട. ഏത് സാധനം? രണ്ട് മുതലാളിമാർ ഇരിക്കുന്നുണ്ടോ? എന്താ മാളു? ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഉണ്ടോ? എന്താ റേറ്റ്? ബിരിയാണി അടിപൊളി, ഇഷ്ടപ്പെട്ടോ? അപ്പൊ വയനാട് വരികയാണെങ്കിൽ സുൽത്താൻ ബത്തേരി വഴി പോവാണ്, അങ്ങനെ പറയും. വയനാട് അടിപൊളി ഫുഡ് കിട്ടണമെങ്കിൽ സുൽത്താൻ ബത്തേരി മജുബാറിൽ വരണം. ആ ഓക്കെ. അപ്പൊ എന്താ വേണ്ടേ? എന്താ ഞാനോ മന്തി അടിച്ചിട്ട് വന്നേക്ക. മന്തി ഇനി പോവാ, ഇറങ്ങി പോടീന്ന്. ഒന്ന് മതി, ഒന്ന് മതി. നീ കച്ചവടം ചെയ്യൂടെ? നല്ല ലേറ്റ് ഉണ്ട്. മുബീന്റെ അനിയനാണ് ഗൈസ്. താഴെ ഇറങ്ങിക്ക്, താഴെ ഇറങ്ങിക്ക്. എങ്ങനെയായിരുന്നു ഇപ്പൊ അതിനിവിടെ കേറിക്കുക? ആ ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയല്ലേ? മാളുല്ലേ? മാളു ഇവിടെ ജോയിൻ ചെയ്തോ? ഗൈസ് ഷവായ കിട്ടിയില്ല ഗൈസ്. ഉച്ചക്ക് വന്നിട്ട് ഷവായ കിട്ടിയില്ല ഉച്ചക്ക് വന്നിട്ട്. യെസ് ബൈ ബൈ പറ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് കോസ്മെറ്റിക് ഷോപ്പിലേക്കാണ്. എല്ലാവർക്കും മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ട്. മാളൂട്ടിയാണെങ്കിലും അവൾക്ക് പറ്റിയ ലിപ്സ്റ്റിക് ഒക്കെ തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ കറക്റ്റ് അവൾ സെലക്ട് ചെയ്ത് കാണിച്ചിരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു പിങ്ക് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായില്ല. ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്ത് അവൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. അവൾ പറയുന്നതെന്ന് കരുതിയിട്ട് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല. എനിക്കാണെങ്കിലും ഞാൻ വിചാരിച്ച ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആ ഒരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന സെയിം ഷെയ്ഡ് കിട്ടാത്ത കാരണം ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ കുറേ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മൺചിറ പോയി. മൺചിറ പോയപ്പോൾ അവിടെ മാമി ഉണ്ടായിരുന്നു. ഫിദ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ബസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മൺചിറ തന്നെയാണ് നമ്മൾ മിന്നും പൊന്നുള്ള അവരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ അങ്ങനെ അടുത്ത വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മിന്നുനെയും പൊന്നിനെയും കാണാൻ. ഇത് പൊന്നു, ഇത് മിന്നു. നിന്റെ പേര് പറയുന്നത് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കളിക്കാൻ നമ്മള് പോവാം. ഹേ ഗായ്സ് പറ, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. മിന്നു പറ. ആരും പറയുന്നില്ല സബ്സ്ക്രൈബ്. എന്താണ് പറയാനുള്ളത് എന്റെ വ്ളോഗിൽ? എന്തെങ്കിലും പറയണ്ടോ? ഒന്ന് എടുത്തിട്ട് പോവാ. അപ്പൊ ശരി ഗൈസ് ബൈ. അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നു. വീഡിയോ കട്ട് ചെയ്തപ്പോ വന്നു. പക്ഷെ ഞാൻ മാളിവിടെ വന്നപ്പോ തൊട്ട് കളിക്കാൻ വിളിക്കേണ്ടി. ലിച്ചുവിനെ അച്ഛനെയും ബ്യൂട്ടി പാർലറിൽ ഇറക്കിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തുനിന്നും പെട്ടെന്ന് ഇറങ്ങി തിരിച്ചവരെ കൂട്ടാൻ പോകുമ്പോൾ മാമന്റെ കടയിലും കൂടെ ഒന്ന് ഇറങ്ങി. ഒന്നും കൂടെ കെട്ടിപ്പിടിക്കുക. ആക്ഷൻ. ഇതാണ് ഞങ്ങളെ ഇക്കായ് മാമൻ. ചിക്കൻ ഫ്രൈ കഴിക്കാണ്. ചിക്കൻ ഫ്രൈ. എന്താ മാള് വാങ്ങണേ ഗൈസ്? ഇതാണ് മാമന്റെ കട, ഇക്കായ്സ് ഹോട്ടൽ. മാമനെ ഉണ്ട്. നുണക്കുഴി ഉണ്ട് മാളു. നിനക്ക് ഇഷ്ടല്ലേ നുണക്കുഴി? 3 വയസ്സോ? 7 വയസ്സൊന്നും ആയില്ല. 7.
ഞങ്ങൾ പോയിക്കോളൂ ഇവിടെ എന്നാ ഓക്കെ ബൈ. അവിടെ കടയിൽ വരുന്നവർക്ക് എല്ലാം എടുത്തു കൊടുക്കുക മാളു. കരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിന്? കല്യാണ പെണ്ണ ഒന്ന് നോക്കടോ. കല്യാണത്തിന് ലാസ്റ്റ് ഇരുന്ന ഷോപ്പിംഗ് ചെയ്യും. നടന്നും അടുത്തേന് ഇരുന്ന ഷോപ്പിംഗ്. ഇവിടെ പോയാലും എന്തെങ്കിലും ഒക്കെ എടുത്തോണ്ട് എന്താ കണ്ടുപിടിച്ചു എന്താ എന്താ കാട്ടിന്? അത് രസമില്ല മാളോ. ഇതെന്താ ഇത് ബുക്ക് എനിക്ക് ഇത് വേണ്ട. ഇത് ലബൂബ് ഉണ്ട്. ഇത് രസമല്ല. ഈ ചീർപ്പൊക്കെ ഉണ്ട്. ആ ഓക്കെ, ഏതെങ്കിലും ഒന്ന് എടുത്താ. ഏതെങ്കിലും ഒരു സാധനം എടുക്കാം. കൊടുക്കാതെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബുക്കോ. ചുമ്മാ ആണ് ഇതൊക്കെ ഉണ്ട്, വെറുതെ എടുക്കുക പറയാ. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോക്കെ. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സാധനം ചെറുതട്ടോ. വള കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൊറേ ആയില്ലേ ഇങ്ങനത്തെ വള. പൊട്ടിക്കോ? ഫുള്ള് എല്ലാ കളറും. ഇതെന്റെ വാച്ച്. എന്റെ ഡ്രസ്സിന്റെ 2 കളേഴ്സ് പെട്ടെ. രസമുണ്ടോ? നല്ല രസമല്ലേ കുട്ടികളെ? I love you. വേണ്ടേ? അങ്ങനെ അവിടുന്ന് കിട്ടാത്ത വേറെ കുറച്ച് സാധനങ്ങൾ വേറൊരു ഫാൻസിയിലും കൂടെ കയറി എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താ നോക്കട്ടെ. അത് നെറ്റിച്ചുട്ടിയാണോ? അല്ല, കമ്മൽ തന്നെയല്ലേ? ഇതാ ഉടുപ്പിന് ചേരൂലല്ലോ. ഇല്ല, അതിലേക്ക് ചേരൂല. ഇത് നല്ല രസമുണ്ട്. അച്ഛനാണ് ഓർണമെന്റ്സ് എടുക്കാൻ വന്നതെങ്കിലും അവിടെ കണ്ടതൊക്കെ ഞങ്ങൾ ഇട്ട് നോക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഇനി വെഡിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.